നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സോഷ്യൽ ലോകത്ത് വ്യത്യസ്തമായ കണ്ടന്റുകളിലൂടെയും ഫാഷൻ, ട്രാവൽ, ബ്ലോഗിംഗിലൂടെയും എല്ലാം നിരവധി ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയവരാണ് നടൻ കൃഷ്ണകുമാറിന്റെ മക്കൾ. മൂത്ത മകളും നടിയുമായ അഹാന കൃഷ്ണ മുതൽ ഇളയ മകളായ ഹൻസിക കൃഷ്ണ വരെ സമൂഹമാധ്യമങ്ങളിൽ സജീവമാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ ലോകത്ത് മുഴുവൻ ചർച്ചയായി മാറുന്നത് അഹാനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അടുത്തിടെ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒന്നായിരുന്നു അഹാന കൃഷ്ണ അമ്മ സിന്ധുവിന്റെ അമ്മയെ ചീത്ത വിളിച്ചു എന്നത്. താരത്തിന്റെ കസിനാണ് ഇക്കാര്യം പുറത്തുവിട്ടതും വൈറലാക്കിയതും. സ്വത്തിന്റെ പേരിലുള്ള തർക്കം മൂലമാണ് അമ്മൂമ്മയുമായി അഹാന പിണങ്ങിയതെന്നും പ്രചരിച്ചിരുന്നു. ഇപ്പോഴിതാ കുടുംബ വഴക്കുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾക്ക് ഒടുവിൽ മൗനം വെടിഞ്ഞ് അഹാന മറുപടി നൽകിയത് വൈറലായി മാറിയിരിക്കുകയാണ്. പണത്തിന്റെ പേരിലല്ല താനും അമ്മൂമ്മയും തമ്മിൽ വഴക്കും പിണക്കവും ഉണ്ടായതെന്നും ചീത്ത വിളിച്ചതിന് പിന്നിൽ തക്കതായ കാരണമുണ്ടെന്നും അമ്മൂമ്മ തന്റെ ഉള്ളിൽ തീർത്ത മുറിവുകൾ വലുതാണെന്നും അഹാന പറഞ്ഞു. ഈ ആഴ്ച രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഈ വിഷയം ആരുടെയും ശ്രദ്ധ അർഹിക്കുന്ന ഒന്നല്ല എന്ന് എനിക്കറിയാം. രാജ്യത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെക്കാൾ ഇത് എത്ര ചെറിയ കാര്യമാണെന്നും ഞാൻ ബോധ്യപ്പെട്ടിരിക്കുന്നു. എന്നിട്ടും ഇന്ന് ഞാനിത് പങ്കുവെക്കുന്നത് ഒരു കാരണത്താൽ മാത്രം ഈ അധ്യായം ഇതോടെ അവസാനിക്കാനും ഇനി ഒരിക്കലും വീണ്ടും തുറക്കപ്പെടാതിരിക്കാനുമാണ്. എന്റെ മുത്തശ്ശിയെ വ്യക്തിപരമായി അറിയുന്നവർക്ക് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ അത്ഭുതപ്പെടാനൊന്നും ഉണ്ടാകില്ല. എന്നാൽ നിങ്ങളിൽ പലർക്കും എന്റെ കുടുംബം വർഷങ്ങളായി പങ്കുവച്ച ചിത്രങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും മാത്രമാണ് അവരെ പരിചയം. അതുകൊണ്ട് ഒരു ചെറിയ വിശദീകരണം നിങ്ങളോട് നൽകേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണെന്ന് ഞാൻ കരുതുന്നു. 2025 ഒക്ടോബർ മുതൽ എന്റെ മുത്തശ്ശിയുമായുള്ള ഞങ്ങളിൽ ചിലരുടെ ബന്ധം വഷളായിരിക്കുകയാണ്. അതിന് കാരണം പൂർണ്ണമായും അവരുടെ ഉത്തരവാദിത്വത്തിലുള്ള നിർഭാഗ്യകരമായ ചില സംഭവങ്ങളാണ്. ഞാൻ എന്റെ മുത്തശ്ശിയോട് ഒരു പ്രത്യേക രീതിയിൽ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഒരു മുത്തശ്ശിയോ അതല്ല എങ്കിൽ ഒരു മനുഷ്യനോ മറ്റൊരാളോടോ ഒരിക്കലും സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിലാണ് അവർ എന്നോട് സംസാരിച്ചിരുന്നത് എന്നതാണ്. അവർ എന്നോട് പറഞ്ഞ വാക്കുകൾ ഒരിക്കലും തിരുത്താനോ മറക്കാനോ കഴിയാത്ത ഒരു അതിരാണ് കടന്നത്. ആ വാക്കുകൾ അശ്ലീലവും ലൈംഗികവുമായി അപമാനിക്കുന്നതും മനുഷ്യത്വത്തെ തന്നെ നിഷേധിക്കുന്നതുമായിരുന്നു. അതെല്ലാം എന്റെ സ്വന്തം മുത്തശ്ശിയിൽ നിന്ന് കേൾക്കേണ്ടി വന്നുവെന്ന യാഥാർത്ഥ്യവുമായി ഇന്നും എനിക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ആ വാക്കുകൾ ഇവിടെ വീണ്ടും ആവർത്തിക്കാൻ എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല. കാരണം ഇതിനകം തന്നെ വേദനാജനകമായ ഈ സാഹചര്യത്തെ കൂടുതൽ വഷളാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവ എനിക്ക് നൽകിയ മുറിവുകൾ വളരെ കാലം എന്നോടൊപ്പം നിലനിൽക്കും. ബഹുമാനം എന്നത് എല്ലായ്പ്പോഴും ഉള്ളതായിരിക്കണമെന്നാണ് എന്റെ വിശ്വാസം. പ്രായമോ ബന്ധമോ സാമൂഹിക സ്ഥാനമോ മറ്റൊരാളെ വേദനിപ്പിക്കാനോ അപമാനിക്കാനോ ഉള്ള അനുമതിയല്ല. ഈ വിഷയത്തെ പണത്തിന്റെ പേരിലുള്ള ഒരു തർക്കമായി ചിത്രീകരിക്കാനും ചിലർ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. എന്റെ സഹോദരിമാരും ഞാനും ഞങ്ങളുടെ ജീവിതം സ്വന്തം അധ്വാനത്തിലൂടെ പടുത്തുയർത്തിയവരാണ് എന്നാണ് എപ്പോഴും വിശ്വസിച്ചിട്ടുള്ളത്. ഈ സാമ്പത്തിക സുരക്ഷയ്ക്കോ അനന്തരാവകാശത്തിനോ വേണ്ടി ഞങ്ങൾ ഒരിക്കലും മാതാപിതാക്കളെയോ മുത്തശ്ശിമാരെയോ ആശ്രയിച്ചിട്ടില്ല. സ്വന്തം പ്രയത്നത്തിലൂടെ ജീവിക്കുന്ന സ്ത്രീകളാണെന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഭൗതിക നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരിക്കലും ബന്ധങ്ങളെ വിലയിരുത്തിയിട്ടില്ല. ഈ വിഷയം ഒരിക്കലും പണത്തെക്കുറിച്ചായിരുന്നില്ല. എന്റെ മുത്തശ്ശി ഞാൻ അയച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഫോണിലുള്ള ചില സന്ദേശങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഒരു ലളിതമായ ചോദ്യം ചോദിക്കട്ടെ. ഒരു വ്യക്തിയുടെ മറുപടികൾ മാത്രം വായിച്ചു കേൾപ്പിക്കുകയും ആ മറുപടികൾക്ക് കാരണമായ യഥാർത്ഥ സന്ദേശങ്ങളും സംഭാഷണങ്ങളും മനഃപൂർവ്വം മറച്ചുവെക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളിൽ പലരും ഞങ്ങളുടെ കുടുംബത്തിന്റെ സ്വകാര്യ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അയച്ച ചില സന്ദേശങ്ങൾ എന്റെ ബന്ധു വായിച്ചു കേൾപ്പിക്കുന്നതും കേട്ടിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിഷേധിക്കുന്നില്ല. അന്ന് എനിക്ക് അതിയായ ദേഷ്യമുണ്ടായിരുന്നു. സാധാരണ സാഹചര്യങ്ങളിൽ ഒരിക്കലും ഉപയോഗിക്കാത്ത ചില വാക്കുകൾ ഞാൻ ഉപയോഗിക്കുകയും ചെയ്തു. പക്ഷേ നിങ്ങൾ കേട്ടത് എന്റെ സന്ദേശങ്ങൾ മാത്രമാണ്. അവ ഉൾപ്പെട്ടിരുന്ന യഥാർത്ഥ സംഭാഷണങ്ങളല്ല എന്നും അഹാന പറഞ്ഞു. കുടുംബ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായത് കൃഷ്ണകുമാറിനും കുടുംബത്തിനും വലിയൊരു അടിയായിരുന്നു. അതിനാൽ തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങളും സൈബർ ആക്രമണങ്ങളും നേരിടേണ്ടി വന്നിരുന്നു. കുടുംബാംഗങ്ങൾക്കെല്ലാം ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയത് അഹാന കൃഷ്ണയായിരുന്നു. അമ്മൂമ്മയെ അടിക്കാൻ അഹാന ശ്രമിച്ചുവെന്നും മറ്റു കുട്ടികളെ സഹോദരിമാർക്കൊപ്പം ചേർന്ന് ബുള്ളി ചെയ്തുവെന്നുമുള്ള ആരോപണങ്ങളും നടിക്കെതിരെ ഉയർന്നിരുന്നു. അഹാന അമ്മൂമ്മയോട് മോശമായി പെരുമാറുകയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നത് അടക്കമുള്ള ആരോപണങ്ങളും അഹാനയുടെ ബന്ധുവിൽ നിന്ന് ഉയർന്നിരുന്നു. പിന്നാലെ അഹാനയും സിന്ധുവും എല്ലാം അവരുടെ ഭാഗം ന്യായീകരിച്ചെത്തിയെങ്കിലും അത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തത്. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.